നമസ്കാരം, എല്ലാവർക്കും ഫ്ലേവർ ഷോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ സദ്യ സീരീസിലെ 4ാമത്തെ റെസിപ്പിയാണേ. നമുക്ക് നല്ലൊരു പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത്. അതുപോലെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത എല്ലാവരും തന്നെ നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. സോ നിങ്ങൾ ഈ ഒരു രീതിയിലല്ല ട്രൈ ചെയ്യുന്നതെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളക് കൂടി നടുവേ പിളർന്നിട്ടിട്ടുണ്ട്. പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ നോക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി. ചെറിയ അല്ലി ആയതുകൊണ്ടാണ് 4 അല്ലി എടുത്തിരിക്കുന്നത്. വലിയ അല്ലിയാണെങ്കിൽ 3 മതിയാവും. പിന്നെ 2 പച്ചമുളക്, അരമുറി തേങ്ങ ചിരകിയത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. തരി ഇല്ലാണ്ട് അരച്ചെടുക്കണേ. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ അരഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ അത്ര നന്നാവില്ല കേട്ടോ. എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ഗ്ലാസ് വെള്ളം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിന് വെന്ത് കിട്ടുന്നിടം വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 തവണ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. 15-20 മിനിറ്റൊക്കെ എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. പൈനാപ്പിൾ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തവിയുടെ മൂട് ഉപയോഗിച്ചിട്ട് അല്പം കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഉടയുന്നില്ല, നന്നായിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അല്പം കഷ്ണം എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് കറക്കിയിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സ്വാദായിരിക്കും. പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നന്നായിട്ട് പുളിശ്ശേരിയിലേക്ക് വരും. ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പാത്രത്തിൽ നിന്ന് അരപ്പ് മുഴുവൻ പോരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിഴക്കിയെടുത്തിട്ടുണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തവി പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ഒന്ന് അരച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇതെല്ലാം കൂടി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾ എടുത്തിരിക്കുന്ന പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. 1/2 ലിറ്റർ നല്ല പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. നന്നായി ഉടച്ചെടുത്ത തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 1 ടീസ്പൂണും പിന്നെ ഒരു 2 നുള്ളൂടെ വരും കേട്ടോ. അത്ര ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് നമുക്ക് മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സ്വാദിഷ്ടമായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.